ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തേതൊരു മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ്. ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പൂന് നല്ല മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ അത് കൊടുത്താൽ കഴിച്ചോളും. അപ്പോൾ ഇപ്പോൾ തൊട്ട് തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇത്ര നാളും ഭയങ്കര മടിയായിരുന്നു. വെക്കേഷനൊക്കെ വാരി കൊടുത്തിട്ടാണ് അവൻ കഴിച്ചത്. ഇപ്പം തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ സ്നേഹം കൊണ്ട് നമ്മുടെ സില്ലക്കുട്ടിക്ക് എപ്പോഴും തൊട്ട് ഇങ്ങനെ ഇല്ല കേട്ടോ. അവർ ചില നേരത്തെ അവർക്കൊരു സ്നേഹമൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ അവളെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവൻ്റെ ഇത് മേടിച്ച് കഴിച്ചിട്ടുണ്ടാവുക. സില്ലക്കുട്ടി പിന്നെ കുറച്ചൊക്കെ തന്നെ കഴിക്കും. ബാക്കി നമ്മൾ വാരി കൊടുക്കണം. അവൾക്ക് ചട്നിയൊന്നും ഇഷ്ടമല്ല. അവൾ തീരെ കഴിക്കില്ല. ഇനി കുറച്ച് ശീലിപ്പിച്ച് തുടങ്ങണം. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. സിലതേ ഫോൺ എൻ്റെ നിന്ന് കിട്ടാൻ വേണ്ടി കരയാണ്. അങ്ങനെ അപ്പൂസും സില്ലക്കുട്ടിയും പാപ്പും ഒക്കെ കഴിക്കൽ കഴിഞ്ഞു. നമുക്ക് അപ്പൂവിന് ഇന്ന് കുഞ്ഞൊരു വയലിൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അന്നക്കുട്ടി പനിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തലവേദനിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മതേ അവൾക്ക് വിക്സൊക്കെ പറ്റി കൊടുക്കണം. അന്നക്കുട്ടി അങ്ങനെ പനിച്ചാലും അങ്ങനെ എന്ത് വന്നാലും അങ്ങനെ കരയാറൊന്നുമില്ല. ഇപ്രാവശ്യം പനിച്ചപ്പോൾ എന്താണോ കൊച്ചിന് പറ്റിയത്, എനിക്ക് തോന്നുന്നു തലവേദന കൂടിയിട്ടാവും തോന്നുന്നു. അങ്ങനെ ഞാൻ ആ വയലിൻ മേടിക്കാൻ പോയി. എൻ്റെ അമ്മയുടെ ആങ്ങള, എൻ്റെ അങ്കിളുടെ കൂടെയാണ് കേട്ടോ ഞാൻ പോയത്. ആൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു അവയർനെസ് ഉണ്ട്. അപ്പം ആളുടെ കൂടെയാണ് ഞാൻ പോയത്. അതേ വയലിൻ ചേട്ടൻ ട്യൂൺ ചെയ്യാൻ നമ്മൾ തൃശ്ശൂർക്കാട്ടോ പോയത്. തൃശ്ശൂരേക്ക് തോന്നണം മ്യൂസിക് പാർക്ക് എന്നോ അങ്ങനെ എന്താ തോന്നുന്നുണ്ട് ആ ഷോപ്പിൻ്റെ പേര്. ഒരു ഇതെല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അവിടെ ഉണ്ട്. ഞങ്ങൾ ചെറിയൊരു വയലിനാണ് അപ്പൂവിന് മേടിച്ചത്. കാരണം അപ്പൂവിന് അതാവും ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി സുഖകരം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മേടിച്ചത്. അത് കഴിഞ്ഞ് ചെറിയൊരു സ്കൂൾ പർച്ചേസിങ് ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അപ്പൂൻ്റെ എക്സ്പ്രഷൻ കാണണം. അപ്പോൾ അത് ആർത്തി മൂത്ത് തുറക്കുകയാണ്. അപ്പൂന് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. അപ്പൂന് വയലിനാണെന്നറിയാം. അത് മാത്രമേ ഉള്ളൂ കോലോണ്ട് വായിക്കുന്ന ഒരു സാധനം. അത്രയും അപ്പൂന് അതിനെക്കുറിച്ച് അറിയൂ. അല്ലാതെ യൂസ് ചെയ്യാനൊന്നും അറിയില്ല. ഇനി വേണം അപ്പൂന് പഠിക്കുക. അപ്പൂന് സ്കൂളിലോട്ടാണ് കേട്ടോ അത്. അപ്പൂസിൻ്റെ സ്കൂളിൽ 2 അങ്ങനെ കൾച്ചറൽ ആക്ടിവിറ്റീസായിട്ട് മാർഷൽ ആർട്സൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പൂ കരാട്ടയ്ക്കും ഈ വയലിനുമാണ്. അപ്പോൾ അതിനാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത്. അല്ലാതെ കളിക്കാൻ മേടിച്ചു കൊടുത്തതല്ല. ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നമ്മുടെ അപ്പൂസ് ഇങ്ങനെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അതിങ്ങനെ ഇട്ടറിക്കണോ ശബ്ദം വരുന്നു. അപ്പോഴേക്കും അന്നക്കുട്ടിക്ക് പനിക്കണ കാരണം നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ, നമുക്ക് വെച്ചിരിക്കാനൊരു ധൈര്യക്കുറവ്. നമ്മൾ അന്നക്കുട്ടീനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പോഴേക്കും പോണ സമയത്തേക്ക് അവൾക്ക് പനി നല്ലോണം കുറഞ്ഞിരുന്നു. മരുന്ന് കൊടുത്ത കാരണമാവുമെന്ന് വിചാരിക്കണു. അന്നക്കുട്ടി ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഇവിടെ അടുത്ത് നമ്മൾ വടക്കാഞ്ചേരിക്കാണ് ഡോക്ടറെ കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോയിലാണ് പോണത്. നല്ല മഴയായിരുന്നു. പോണ വഴിക്ക് ഇതേ അന്നക്കുട്ടി പനിയൊക്കെ കുറഞ്ഞ കാരണം തോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അവൾക്ക് ടോയ് മേടിക്കണം, പിന്നെ അവളുടെ കുറേ സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെയാണ് അന്നക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നക്കുട്ടി വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വായ അടക്കില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. കൂട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കൂട്ടത്തിൽ ഇച്ചിരി സ്നേഹവും ഇച്ചിരി അവളുടെ പ്രായത്തിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റിയും ഒക്കെയുള്ള നമ്മുടെ അന്നക്കുട്ടിക്കാണ് കേട്ടോ. എൻ്റെ മക്കളായതുകൊണ്ട് മക്കളുടെ ഞാൻ വിലയിരുത്തണതല്ല. എന്നാലും നമ്മൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളവിടെ എത്തി. അവൾക്ക് ടോയ് മേടിക്കണം, അത് വേണം ഇത് വേണം കണ്ട. അപ്പുറത്ത് തന്നെ ഒരു ടോയൊക്കെ തൂക്കിയിട്ടിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവൾക്ക് അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണക്കത്തിലാണ് അന്നക്കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നക്കുട്ടിക്ക് എന്തായാലും ചെരുപ്പ് അന്നക്കുട്ടിയുടെ നാശാവാറായി. അപ്പോൾ അന്നക്കുട്ടിക്ക് ഒരു ചെരുപ്പ് മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ അവിടുത്തെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ കയറിയതാണിതാ. ഈ ക്രീമല്ല ആഷ് ചെരുപ്പ് എടുക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ അതുമ്പോൾ പെട്ടെന്ന് അങ്ങ് അഴുക്ക് പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അന്നക്കുട്ടി പറഞ്ഞു അന്നക്കുട്ടി ഇതേ കയ്യിൽ വെച്ചിട്ടില്ലേ ആ ചെരുപ്പ് അവൾക്കും മതിയെന്ന്. അപ്പോൾ അതിനെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് അത്യാവശ്യം ഇച്ചിരിയും കൂടെ നല്ലൊരു ചെരുപ്പ് മേടിക്കാം. ഇത് പൊട്ടയ എന്ന് വിചാരിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ചെരുപ്പ്. അപ്പോൾ ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തില്ല. ഞാൻ സെലക്ട് ചെയ്ത ചെരുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അന്നക്കുട്ടിക്ക് ഇത് ഇഷ്ടമായി. അന്നക്കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ചെരുപ്പ്. ഞാനൊന്ന് അടുത്തിച്ചിട്ടൊക്കെ നോക്കുകയാണ്. അന്നക്കുട്ടിക്ക് ചെരുപ്പ് മേടിച്ച് 5-6 മാസമേ ഓടുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ ഇവരുടെ കാല് വലുതാവും. അപ്പോൾ അന്നക്കുട്ടിക്ക് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം അന്നക്കുട്ടിക്ക് പാകമായില്ലെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ സില്ലക്കുട്ടിക്ക് അത് ഇട്ട് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഈ ഷോപ്പിൽ കയറിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അവൾക്ക് അത് വേണം ഇത് വേണം. അവിടുത്തെ ചേട്ടന്മാർ അവൾക്ക് അതും ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെടുത്തോ അതെടുത്തോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒന്നും മേടിച്ചു കൊടുത്തില്ല. ചെരുപ്പ് മാത്രമേ മേടിച്ചെടുത്തുള്ളൂ. എന്തോ റേസറോ അങ്ങനെ എന്തോ മേടിച്ചു തോന്നുന്നു ഞങ്ങൾ.
അപ്പോൾ അത് അന്നക്കുട്ടി പിണങ്ങിയിരിപ്പാണ് കേട്ടോ. അന്നക്കുട്ടി പിണങ്ങിയിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വീട്ടിലെത്തിയപ്പോൾ വെറുതെ ആവശ്യമൊന്നുമില്ല തലവേദനിക്കണമെന്ന് പറഞ്ഞ് അമ്മാമ്മനെ കൊണ്ട് തുണി നനച്ച് ഇട്ടതാണ് കേട്ടോ. അപ്പൂന് ഇതേ സങ്കടമായിട്ട് അന്നക്കുട്ടീനെ വന്ന് ഉമ്മ വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അന്നക്കുട്ടി അപ്പൂനെ അടിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതേ പനിയൊക്കെ മാറിയപ്പോൾ അന്നക്കുട്ടി വീണ്ടും ഉഷാറായത്. ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അന്നക്കുട്ടി കളിക്കണ. പുതിയ ചെരുപ്പ് മേടിച്ച സന്തോഷത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.